രാമായണം ക്വിസ്. അയോധ്യാകാണ്ഡത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ പുതിയ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ഐക്കണും അമർത്തൂ. അയോധ്യാകാണ്ഡം രാമായണത്തിലെ എത്രാമത്തെ കാണ്ഡമാണ്? ഉത്തരം രണ്ടാമത്തെ. രാമപട്ടാഭിഷേകം മുടക്കുവാൻ ദേവന്മാർ സമീപിച്ചത് ആരെയാണ്? ഉത്തരം സരസ്വതി. യുദ്ധത്തിൽ വച്ച് ദശരഥന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി ആ സ്ഥാനത്ത് എന്താണ് വച്ചത്? ഉത്തരം സ്വന്തം ചെറുവിരൽ. കൈകേയിയെ ദശരഥനോട് വരങ്ങൾ ആവശ്യപ്പെടാൻ പ്രേരിപ്പിച്ച ദാസി ആര്? ഉത്തരം മന്ധര. മന്ധരയുടെ വാക്കുകൾ കേട്ട് കൈകേയിയുടെ മനോഭാവം എങ്ങനെ മാറി? ഉത്തരം സ്നേഹത്തിൽ നിന്ന് അസൂയയിലേക്കും ദുഃഖത്തിലേക്കും മാറി. ശ്രീരാമനെ വനവാസത്തിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചത് ആര്? ഉത്തരം കൈകേയി. കൈകേയി തന്റെ 2 വരങ്ങൾ ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? ശ്രീരാമന്റെ യുവരാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴാണ്. മന്ധര ആരാണ്? ഉത്തരം കൈകേയിയുടെ ദാസി. കൈകേയി ആദ്യമായി ആവശ്യപ്പെട്ട വരം എന്തായിരുന്നു? ഉത്തരം ഭരതൻ രാജാവാകണം. കൈകേയി രണ്ടാമതായി ആവശ്യപ്പെട്ട വരം എന്തായിരുന്നു? ഉത്തരം ശ്രീരാമൻ 14 വർഷം വനവാസത്തിലേക്ക് പോകണം. ശ്രീരാമൻ വനവാസത്തിലേക്ക് പുറപ്പെട്ട ദിവസം അയോധ്യയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ഉത്തരം ദുഃഖത്തോടെ രാമനെ അനുഗമിച്ചു വിലാപം പ്രകടിപ്പിച്ചു. ശ്രീരാമന്റെ കൂടെ വനവാസത്തിലേക്ക് പോയത് ആരെല്ലാമായിരുന്നു? ഉത്തരം സീതയും ലക്ഷ്മണനും. ശ്രീരാമൻ വനവാസത്തിനായി പുറപ്പെട്ടതിനു ശേഷം കൂടെ പോകാനുള്ള ആഗ്രഹം സീതാദേവി എങ്ങനെ പ്രകടമാക്കി? ഉത്തരം ഭർത്താവിന്റെ സേവനമാണ് ഒരു ഭാര്യയുടെ ധർമ്മം. ഇങ്ങനെ പറഞ്ഞ് സീതാദേവി തന്റെ അനുഗമന ആഗ്രഹം വളരെ ദൃഢതയോടും ആത്മസമർപ്പണത്തോടും കൂടെയാണ് പ്രകടിപ്പിച്ചത്. വനവാസത്തിന് ഇറങ്ങിയ ശ്രീരാമാദികളെ തേരിലേറ്റിക്കൊണ്ടുപോയത് ആരായിരുന്നു? ഉത്തരം സുമന്ത്രൻ. വനവാസ അവസരത്തിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെക്കുറിച്ച് ലക്ഷ്മണന് ഉപദേശം നൽകിയത് ആരായിരുന്നു? ഉത്തരം സുമിത്ര. രാമൻ സീതയെ വനവാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ആദ്യം എതിർത്തത് ആര്? ഉത്തരം ശ്രീരാമൻ തന്നെ, സീതയുടെ സുരക്ഷയെ പരിഗണിച്ച്. സീതയുടെ വാദം കേട്ട് രാമൻ എന്തു തീരുമാനിച്ചു? ഉത്തരം സീതയെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചു. ശ്രീരാമൻ വനവാസത്തിലേക്ക് പോയതിനു ശേഷം ദശരഥന് എന്ത് സംഭവിച്ചു? ഉത്തരം അതീവ ദുഃഖത്തിൽ മരിച്ചു. രാമൻ വനവാസത്തിലേക്ക് പുറപ്പെട്ടതിനു ശേഷം ദശരഥൻ എന്തു പറഞ്ഞ് മരിക്കുകയായിരുന്നു? ഉത്തരം ഹാ രാമ ഹാ സീതേ എന്ന വിലാപവാക്കുകളോടെ. ഭർത്താവിനെ കൊന്ന പാപിയും നിർദ്ധയെയും ദുഷ്ടയുമായ കൈകേയി ഏത് നരകത്തിൽ പതിക്കുമെന്നാണ് ഭരതൻ പറഞ്ഞത്? ഉത്തരം കുംഭീഭാഗം. ദശരഥന്റെ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? ഉത്തരം മഹർഷി വസിഷ്ഠൻ.
കൈകേയി തൻ്റെ ചെയ്തിനെക്കുറിച്ച് ഖേദം പ്രകടിപ്പിച്ചത് എപ്പോൾ? ഉത്തരം: ദശരഥന്റെ മരണം അറിഞ്ഞ് ഭരതൻ രോഷം പ്രകടിപ്പിച്ചപ്പോൾ. ശ്രീരാമൻ ഗുഹനെ ആദ്യമായി കണ്ടത് എവിടെയാണ്? ഉത്തരം: ശൃംഗവേരപുരത്തിൽ. ഗുഹൻ ആരാണ്? ഉത്തരം: നിഷാദ രാജാവ്, ശൃംഗവേരപുരത്തിന്റെ ഭരണാധികാരി. രാമലക്ഷ്മണന്മാർക്ക് ജട പിരിക്കുവാനായി ഗുഹൻ കൊണ്ടുവന്നു കൊടുത്തത് എന്തായിരുന്നു? ഉത്തരം: വടശീരം. ഗുഹൻ എന്ന കഥാപാത്രം രാമായണത്തിൽ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഉത്തരം: സ്നേഹവും ആത്മസമർപ്പണവും ജാതിമത ഭേദമില്ലാത്ത ഭക്തി. ശ്രീരാമൻ എവിടെ വസിക്കുന്നതായിട്ടാണ് ഗുഹൻ ഭരതനോട് പറഞ്ഞത്? ഉത്തരം: ചിത്രകൂടം. വനത്തിലേക്ക് പുറപ്പെട്ട ഭരതനും കൂട്ടരും ആദ്യം എവിടെയാണ് എത്തിയത്? ഉത്തരം: ശൃംഗിരിവേരം. ഭരതൻ രാമനോട് അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ അപേക്ഷിച്ചപ്പോൾ രാമൻ അത് നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം: പിതാവിന്റെ വാക്ക് പാലിക്കേണ്ടത് ഒരു പുത്രന്റെ ധർമ്മമാണ് എന്ന് രാമൻ വിശ്വസിച്ചു. രാമൻ ഭരതന്റെ അഭ്യർത്ഥന നിരസിച്ചതിന് ശേഷം അയോധ്യ ഭരിക്കാൻ ഭരതൻ എന്ത് ചെയ്തു? ഉത്തരം: രാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് താൻ രാമന്റെ പ്രതിനിധിയായി ഭരണം നടത്താൻ തീരുമാനിച്ചു. ഭരതൻ തന്റെ അമ്മയുടെ നടപടികളോട് എങ്ങനെയായിരുന്നു പ്രതികരണം? ഉത്തരം: അതീവ രോഷത്തോടെയും വേദനയോടെയും പ്രതികരിച്ചു. വനാഗമന ഉദ്ദേശം യഥാർത്ഥമായി അറിഞ്ഞ ഗുഹന് ഭരതനോട് തോന്നിയ മനോവികാരം എന്തായിരുന്നു? ഭക്തിയും ആദരവും. ശ്രീരാമൻ പിതാവിന് സമർപ്പിച്ച പിണ്ഡം എന്തുകൊണ്ടുള്ളതായിരുന്നു? ഇങ്കുതി വൃക്ഷത്തിന്റെ പിണ്ണാക്ക്, ഓടൽ പിണ്ണാക്ക്. അത് തേനിൽ കുഴച്ചുണ്ടാക്കിയ അന്നമായിരുന്നു. അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ ഭരതൻ നിർബന്ധിച്ചപ്പോൾ ശ്രീരാമന്റെ അവതാര രഹസ്യം ഭരതനെ ധരിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം: വസിഷ്ഠ മഹർഷി. 14 സംവത്സരം പൂർത്തിയാക്കി പിറ്റേ ദിവസം ശ്രീരാമൻ അയോധ്യയിൽ മടങ്ങിയെത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ഭരതന്റെ ശപഥം? ഉത്തരം: അഗ്നിപ്രവേശം. ശ്രീരാമന്റെ ആജ്ഞാനുസരണം അയോധ്യയിലേക്ക് തിരിച്ചുപോയ ഭരതൻ പിന്നീട് താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം: നന്ദിഗ്രാമത്തിൽ. ശ്രീരാമപാദുകങ്ങളെ എവിടെ വെച്ചായിരുന്നു ഭരതശത്രുഘ്നന്മാർ പൂജിച്ചിരുന്നത്? ഉത്തരം: സിംഹാസനം. ചിത്രകൂടം വിട്ടുപോയ ശേഷം ശ്രീരാമൻ ഏതു മഹർഷിയെ ആയിരുന്നു സന്ദർശിച്ചത്? ഉത്തരം: അത്രി മഹർഷിയെ. ഗംഗാനദി കടന്ന ശേഷം ശ്രീരാമൻ സന്ദർശിച്ചത് ഏതു മഹർഷിയെ ആയിരുന്നു? ഉത്തരം: ഭരദ്വാജ മഹർഷിയെ. ഭരദ്വാജ മഹർഷി ആരുടെ സഹായം കൊണ്ടായിരുന്നു ഭരതാദികളെ സൽക്കരിച്ചത്? ഉത്തരം: കാമധേനുവിന്റെ സഹായം. അത്രി മഹർഷിയുടെ ആശ്രമം പിന്നിട്ട ശേഷം ശ്രീരാമാദികൾ പ്രവേശിച്ചത് ഏതു വനത്തിലേക്കാണ്?
ഉത്തരം ദണ്ഡകാരണ്യത്തിലേക്ക്. അത്രി മഹർഷി ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ബ്രഹ്മാവ്. അത്രി മഹർഷിയുടെ പത്നി ആരായിരുന്നു? ഉത്തരം അനസൂയ. അനസൂയയുടെ മാതാപിതാക്കൾ ആരായിരുന്നു? ഉത്തരം കർത്തമ പ്രജാപതിയും ദേവഹുതിയും. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി മഹാവിഷ്ണു അവതരിച്ചത് ഏതു നാമത്തിലായിരുന്നു? ഉത്തരം ദത്താത്രേയ. അനസൂയ സീതാദേവിക്ക് നൽകിയ വസ്തുക്കൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം അംഗരാഗം, പട്ട്, കുണ്ടലങ്ങൾ. Thank you for watching. Make sure to like, share, subscribe to our channel.